ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻവെർട്ടറും ബാറ്ററിയും എങ്ങനെയാണ് സെലക്ട് ചെയ്യാൻ നോക്കിയാലോ. ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇൻവെർട്ടറിലേക്ക് കണക്ട് ചെയ്യുന്ന ലോഡുകൾ മൊത്തം നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് അതിനെ എന്ത് ചെയ്യണം, നമ്മുടെ ഇൻവെർട്ടറിന്റെ കപ്പാസിറ്റി VL എന്ന് പറയാം. ആ കിട്ടിയ വാട്ട്സിന് എന്ത് ചെയ്യണം, നമ്മൾ VAയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ആ കിട്ടിയ ലോഡിന്റെ ബൈ 0.9 ചെയ്ത് കഴിഞ്ഞാൽ VL കൺവേർട്ട് ആവും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ഫ്യൂച്ചർ എക്സ്പാൻഷന് വേണ്ടിയിട്ട് ഒരു 20% കൂടെ എന്ത് ചെയ്യണം, ആഡ് ഓൺ ചെയ്യണം. സോ എത്രയാണോ കിട്ടിയ VA അതോ അതിന്റെ തൊട്ട് മുകളിലുള്ള സൈസ് എന്ത് ചെയ്യുക, നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ബാറ്ററിയുടെ ആംപിയർ അവർ ആണ്. അത് കണ്ടുപിടിക്കുക ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് ആംപിയർ അവർ ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയ എത്ര ടോട്ടൽ വാട്ട് ഉണ്ടല്ലോ, ആ ടോട്ടൽ വാട്ട് ഇൻറ്റു എത്രയാണോ നമുക്ക് ബാക്കപ്പ് പവർ വേണ്ടത് അതേ ഓൾ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക, എത്രയാണോ ബാറ്ററിയുടെ വോൾട്ടേജ്, നോർമലി 12 വോൾട്ട് വരാറ്, ഇൻറ്റു എന്ത് ചെയ്യുക, എത്ര നമ്പർ ഓഫ് സെല്ല്, വീടിന്റെ ആവശ്യമായതുകൊണ്ട് തന്നെ ഒരു ബാറ്ററിയുടെ ആവശ്യമേ വരാറുള്ളൂ, ഇൻറ്റു ബാറ്ററി എഫിഷ്യൻസി. അതായത് അത് 0.8 ആണ് നമ്മൾ എന്ത് ചെയ്യാറ്, കൺസിഡർ ചെയ്യാറ്. ഇതെല്ലാം കൂടിയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു വാല്യൂ കിട്ടും. സോ ആ ആംപിയർ അവറിന്റെ ബാറ്ററിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചൂസ് ചെയ്യേണ്ടത്. അതോ അതിന് തൊട്ട് മുകളിലുള്ളത്. ഈ ഇൻവെർട്ടറും ബാറ്ററി സെലക്ഷനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് പോയി ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.